മാർച്ച് മാസം 26-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ആഴ്ചയിലും നൽകുന്ന കൃപയ്ക്കായിട്ട് ദൈവവചന ശുശ്രൂഷയുടെ കാര്യത്തിൽ ഞാൻ ദൈവത്തിന് അതീവമായി നന്ദിയുള്ളവനാണ്. നന്ദി കരയറ്റുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനവും കൃപയും നേരുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. മഹത്വമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തേക്ക് നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനായിട്ട്, അവൻ്റെ പാപപരിഹാര ബലിയായിട്ട്, ഞങ്ങൾക്ക് പകരക്കാരനായിട്ട് മരിച്ച, ഉയർത്തെഴുന്നേറ്റ, ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന രക്ഷകനായിട്ട്, പാപപരിഹാരകനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം, അത് വിശ്വസിക്കാൻ തക്കവണ്ണം, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം, ദൈവഹിതമറിഞ്ഞ് ജീവിക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം നാം പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അതൊരു മുഖവരയായിട്ട് നാം പരിഗണിക്കുകയുണ്ടായി. ഇതിൽ പറഞ്ഞിരിക്കുന്ന ദൈവം സംസാരിച്ച കാര്യങ്ങൾ, പുത്രൻ മുഖാന്തരം സംസാരിച്ച കാര്യങ്ങൾ, പുത്രൻ ആരാണ്, പുത്രൻ്റെ പാപപരിഹാര ബലി എങ്ങനെയാണ്, ആ പാപപരിഹാര ബലി പൂർത്തീകരിച്ചതിന് ശേഷം സ്വർഗത്തിൽ ഇന്ന് ഉപവിഷ്ടനായിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് അതിൻ്റെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എബ്രായ ലേഖനം 1 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകാം. 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വരെ വിവിധ തരത്തിലുള്ള ഉപദേശങ്ങൾ, ഈ മുഖവരയിൽ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാസ്ഥികത, സത്യം ചരിത്രത്തിലൂടെ, പ്രവചനങ്ങളിലൂടെ പിതാവും പുത്രനും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവനാണ് രക്ഷകൻ, ഇവൻ്റെ ആയതിനാൽ ഇവൻ ഈ യേശുക്രിസ്തുവിലുള്ള ആത്മീയ രക്ഷ, പാപക്ഷമ, പാപപരിഹാരം അത് പരിപൂർണമാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ട വചനം നിങ്ങൾ സൂക്ഷിക്കണം. അത് ചില നമുക്ക് വാണിംഗ് പാസേജസും ഈ ഭാഗത്തുണ്ട്. നമ്മൾ അതോട് കരുതലുള്ളവരായിരിക്കണം. ദൈവത്തെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ദൈവമാണ്, ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളടക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി
തൻ്റെ ജീവിതത്തിൽ ദൈവം ആര് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അത് ദൈവവചനത്തിൽ എബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്നുള്ളതാണ് വേദപുസ്തകത്തിലെ ഉറപ്പും ധൈര്യവും. ഈ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച്, അതുകൊണ്ട് പുത്രൻ ആര് എന്നുള്ളത്, അവൻ്റെ മനുഷ്യാവതാരം എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പാപപരിഹാരം. അതൊരു ബലിയായിരുന്നു, അത് രക്തബലിയായിരുന്നു. അതിൽ മരണം സംഭവിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ നിന്ന് ഉപസ്ഥനായിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ചെയ്ത കാൽവരി ക്രൂശിൽ ചെയ്ത പാപപരിഹാര യാഗ ബലിയും അതും നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ദൈവമാര് എന്ന് അറിഞ്ഞ്, യേശുക്രിസ്തു ആരാണ് എന്ന് അറിഞ്ഞ്, പാപപരിഹാര ബലി എന്താണ് എന്ന് അറിഞ്ഞ് ഇവ വിശ്വസിക്കുമ്പോഴാണ് നാം ഒരു ക്രിസ്ത്യാനിയായി തീരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്രകാരമായിരിക്കണം? ക്രിസ്തീയ ജീവിതം ആരംഭിക്കാതെ അത് തുടരാൻ സാധിക്കുകയില്ല. ജന്മനാൽ ആരും തന്നെ ക്രിസ്ത്യാനികളാണ് എന്ന് വേദപുസ്തകം പറയുന്നില്ല. വീണ്ടും ജനനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജോലി തിരക്കും കുടുംബ ബാധ്യതകളും സാമൂഹ്യ ബാധ്യതകളും സാമ്പത്തിക ബാധ്യതകളും അങ്ങനെ നാം ജീവിതം കഴിക്കുമ്പോൾ അതിനിടയിൽ പരമപ്രധാനമായിട്ട് ദൈവത്തെയും ക്രിസ്തുവിനെയും കാൽവരി ക്രൂശിലെ യാഗത്തെയും അത് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരു കരുതൽ ആവശ്യമാണ്. ഇവയെല്ലാം തന്നെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകളാണ്. അപ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ആലോചനകളും നമ്മൾ പഠിക്കുന്നതാണ് തിയോളജി എന്ന് പറയുന്നത്. തിയോസ് എന്ന ഗ്രീക്ക് പദമാണ് ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ലോഗിയ എന്ന് പറഞ്ഞാൽ പഠനമാണ്. ലോഗോസ് നമുക്കറിയാം. ലോഗിയ എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ദൈവവചനത്തിൽ നിന്നുള്ള ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വെളിപ്പാടുകളുമുള്ള പഠനം അത് പരമപ്രധാനമാണ്. അതിനാണ് തിയോളജി ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഇതൊരു വാസ്തവത്തിലൊരു സയൻസ് അല്ല, ഇത് വെളിപ്പാടാണ്. എന്നാൽ മലയാളത്തിലെ പരിഭാഷയുടെ പ്രശ്നം കൊണ്ട് നമ്മൾ ശാസ്ത്രം എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊരു പഠനമാണ്, ദൈവത്തിൻ്റെ വെളിപ്പാടുകളിൽ നിന്നുള്ള പഠനമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തണം. ആ വെളിപ്പെടുത്തിയ പുസ്തകമാണ് തിരുവചനം. അതിൻ്റെ ദൈവശ്വാസീയത, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ്. പ്രവചനം ഒന്നും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കണമെങ്കിൽ അതിന് മുഖവരയായിട്ട്, അതിന് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങൾ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, ദൈവമാര്, ക്രിസ്തു ആര്, ക്രിസ്തു കാൽവരി ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ പാപപരിഹാരം, അവൻ്റെ അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗത്തിൽ ഇന്ന് ഉപവിഷ്ടനായിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് വിശ്വസിക്കുമ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി തീരുന്നത്. അത് വീണ്ടും ജനനം എന്ന് പറയുകയാണ്. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, ന്യൂ ബർത്ത്, ന്യൂ മൈൻഡ് ആൻഡ് ന്യൂ ലൈഫ്. പുതിയതായിട്ട് ജനിക്കുന്നു, പുതിയ മനസ്സ് ദൈവവചന പ്രകാരം ഉണ്ടാകുന്നു, പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയാറുള്ളത്. എന്നാൽ ഇവ ബാഹ്യമായിട്ട് തുടങ്ങി ആന്തരികമായിട്ട് വ്യത്യാസപ്പെടുന്ന ഒന്നല്ല. ഇത് ആന്തരികമായിട്ട് പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവവചന പ്രക്രിയ ചെയ്ത് നമ്മളിൽ വിശ്വാസമായി തീരുകയാണ്. അതുകൊണ്ട് ഇത് ഇൻസൈഡ് ഔട്ട്സൈഡാണ്. ആദ്യം അകത്താണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. പാപപരിഹാര ബലി, ദൈവമാര്, ക്രിസ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെ നിന്നാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നതും അത് തുടരുന്നതും. അതിനു മുമ്പ് നമ്മളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നമ്മൾ ജാതികളായിരുന്നു, നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു, നമ്മൾ ഇസ്രായേലോട്ട് ബന്ധമില്ലാത്തവരായിരുന്നു, ക്രിസ്തുവായിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു, സഭയായിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു, ഈ ലോകത്തിൽ നമ്മൾ അനാഥരായിട്ട് ജീവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള സ്ഥാനത്ത് ദൈവം നമ്മളിൽ ഇടപെട്ട ദൈവം നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ്. തൻ്റെ പുത്രനെ വിശ്വസിക്കാൻ തക്കവണ്ണം.
ആ പുത്രനിലൂടെ ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം വലിയ കൃപയാൽ നമ്മളെ സഹായിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം, അത് വളരെ പരമപ്രധാനമായൊരു വിഷയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാനിടയായത്. കഴിഞ്ഞ വർഷങ്ങളിലെ ശുശ്രൂഷകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്നെ കേൾക്കുന്നവരെ ഈ ദൈവകൃപയിലേക്ക്, ഈ വീണ്ടും ജനനത്തിലേക്ക്, ദൈവവചനത്താലുള്ള ഒരു പുതിയ ജനനത്തിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എന്നാൽ അത് നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ക്രിസ്തീയ ജീവിതം വളരെ പരമപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ എത്ര പ്രാധാന്യം ദൈവം നൽകുന്നുവോ അത്രയും പ്രാധാന്യം തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ദൈവം കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ഒന്ന് പരിശോധിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനാണ് ഈ വേദഭാഗം നമ്മൾ തിരഞ്ഞെടുത്തത്. 12-ാം അധ്യായം, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഈ ലേഖനം എഴുതുന്നത് അപ്പസ്തോലനായ പൗലോസാണ്. അതുകൊണ്ട് അത് ആധികാരികമായിട്ടുള്ള പുസ്തകമാണ്. പൗലോസ് തന്നെ പറയുന്നു, എൻ്റെ സുവിശേഷപ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ അത് ദൈവത്തിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്, തൻ്റെ പുത്രനെക്കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗാംഭീര്യത്തോടുകൂടി നമ്മൾ അത് മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, സഹോദരൻ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സലിവാണ്, അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ കരുണയാണ് നമ്മളെ ഇങ്ങനെ മാനസാന്തരത്തിലേക്കും കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതെന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതൊക്കെ ഓർപ്പിച്ചുകൊണ്ട് 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഇവിടെ മാത്രമല്ല, 6-7 അധ്യായങ്ങൾ അത് ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ്, ചാപ്റ്റേഴ്സാണ്. 2, 3 അധ്യായങ്ങൾ, 3, 4, 5 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തല്ല നീതീകരണം, അങ്ങനെ നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്കുള്ള നമ്മുടെ യോഗ്യതകൾ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിന് ശേഷം നമ്മൾ പരിശുദ്ധാത്മാവുള്ള ജീവിതം, അതാണ് 6, 7 എൻ്റെ അഭിപ്രായത്തിൽ 8 അധ്യായങ്ങൾ. 9, 10, 11 3 അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചും അങ്ങനെ സകല എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും എന്ന് 11-ാം അധ്യായത്തിൽ. അതിന് ശേഷം ദൈവത്തിന് മഹത്വം കൊടുത്തതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കും. നമുക്കറിയാം, നമ്മൾക്ക് ശരീരമുണ്ട്, നമുക്കൊരു ആന്തരികമായിട്ടുള്ള ഒരു ജീവനുണ്ട്. അങ്ങനെ കാണുന്നതും കാണാത്തതുമായ 2 കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു സത്തയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അതിൽ ഈ ശരീരത്തെ ദൈവത്തിന് ആരാധനയായി നമ്മൾ സമർപ്പിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പഴയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ 1-2 കാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം. അതാണ് ഒരു രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്തം. എന്ത് ചെയ്താലും, വട്ട് എവർ യു ഡു, ഈറ്റ്, ഡ്രിങ്ക് ഓർ വട്ട് എവർ യു ഡു ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവമഹത്വത്തിനായിട്ട് നാം ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി നാം ജീവിക്കണം. ഒരുവൻ എല്ലാവർക്കും കൊണ്ട് മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം എന്ന് നിർണയിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ കാര്യം അതായിരിക്കണം.
ദൈവത്തിന് മഹത്വം കൊടുത്ത് എല്ലാ കാര്യത്തിനും മഹത്വം കൊടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി നാം ജീവിക്കണം. ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ബലി അർപ്പിക്കണം, നമ്മൾ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ ഇതിനൊന്നും പ്രാധാന്യമില്ലാത്ത സമൂഹമായിട്ടുള്ള കാര്യങ്ങളിൽ, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നൊക്കെയാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള ഇടപാടുകളാണ്, അതാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിന് ഈ ക്രിസ്ത്യാനികൾ ചേർന്ന് ഉള്ള ഒരു സംവിധാനമുണ്ട്. അതിനാണ് നമ്മൾ സഭ എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭ, അത് പ്രാദേശികമായി കൂടി വരുന്ന ആ സഭയിൽ നമുക്ക് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പരാമർശിച്ചിട്ട് പോലുമില്ല. കാരണം രക്ഷിക്കപ്പെടുക, ക്രിസ്തു ആരംഭിക്കുക, വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് ഈ ക്രിസ്തീയ ജീവിതം നാം ആരംഭിക്കുകയും അത് തുടരുകയും ചെയ്യണം. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ, അതിന് സഭ എന്ന് പറയുമ്പോൾ, പ്രാദേശിക സഭ പറയുമ്പോൾ അതിന് ഒരു ചട്ടക്കൂടും അതിന് ദൈവം നൽകിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുമുണ്ട്. അവിടെയും ഈ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെടണം, വീണ്ടും ജനിക്കണം, ക്രിസ്തീയ ജീവിതം ആരംഭിക്കണം, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക, നമുക്കൂടി മരിച്ചതിനു വേണ്ടി ജീവിക്കുക. ഈ വായിക്കുന്ന വേദഭാഗത്തിൽ പറയുന്ന നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. അപ്പോൾ ഇവിടെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള, വാട്ട് ഈസ് പ്ലീസിങ് ടു ഗോഡ്, ആ ഒരു ജീവിത ശൈലിയാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ അത് എങ്ങനെയെന്ന്, അപ്പോൾ ദൈവം ആര്, ദൈവത്തിൻ്റെ വിശുദ്ധി എന്ത്, അവൻ്റെ സ്വഭാവം എന്ത്, അവൻ മാറ്റമില്ലാത്തവനാണ്, അവൻ എങ്ങനെയാണ് അവൻ്റെ കരുണയിൽ സ്നേഹത്തിൽ നമ്മളോട് കരുണ കാണിച്ചത്, നമ്മൾ മനസ്സാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്, നമ്മൾ ക്രിസ്തുവിലെ വിശ്വസിക്കാൻ തക്കണം ഇടയായത് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മൾ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് 12-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 2-ാം വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യരുത്, ചില കാര്യങ്ങൾ ചെയ്യരുത്, അത് ചെയ്യരുത് എന്നുള്ളത്, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതും ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മറുഭാഗത്ത് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ പൂർവ്വപിതാവായ ആദാമിനും ഹവ്വയ്ക്കും പറ്റിയത് അത് തന്നെയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഏതാനും തോട്ടത്തിൽ ഏത് വൃക്ഷത്തിൽ നിന്ന് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്നുകളുടെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ തിന്നാൽ ആ തിന്നുന്നാൾ മരിക്കും. അതുകൊണ്ട് അരുത് എന്നുള്ള ദൈവവചനം പറയുമ്പോൾ അത് അരുതായിട്ട് നമ്മൾ കണക്കാക്കണം, അത് ചെയ്യാൻ പാടില്ല. അതാണ് ക്രിസ്തീയത്തിൻ്റെ ഒരു ഭാഗം. എന്നാൽ മറുഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് നാം ചെയ്തിരിക്കുകയും വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന് അനുരൂപമാകാതെ, അത് കൽപ്പനയാണ്. ഇതിന് ഇമ്പരേറ്റീവ് എന്ന് നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ ഗ്രാമറിയൻസിന് പേരിട്ടിരിക്കുന്നത്, അതൊരു കൽപ്പനയാണത്. അതിൽ നമുക്ക് ഒഴിഞ്ഞു വരാൻ സാധിക്കത്തില്ല. ഇത് ദൈവഹിതമാണത്. ആ ദൈവഹിതം അറിഞ്ഞ് നമ്മുടെ മനസ്സിൽ അന്തരം വരുമ്പോഴാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന് പുതുമയും പുതിയ ജീവിതം നമ്മൾ മനസ്സിലാക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് 2 കൽപ്പനകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒന്ന്, ഈ ലോകത്തിന് അനുരൂപമാകരുത്, അത് ഒന്നാമത്തത്. രണ്ടാമത്തത് കാര്യങ്ങൾ രൂപാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. രൂപാന്തരപ്പെടുവിൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് നമുക്ക് മനസ്സിലാണ് നടക്കേണ്ടതെന്ന് വേദപുസ്തകം പറയുകയാണ്. അതുകൊണ്ട് ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹീനതെന്ന് തിരിച്ചറിയണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ എവിടെയാണ് നമ്മളുടെ രൂപാന്തരം ഉണ്ടാകേണ്ടത്? ബാഹ്യമായ ചടങ്ങുകളിലാണോ, സംഘടനാപരമായിട്ടുള്ള ചെയ്തികളിലാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. മനസ്സിൽ ദൈവഹിതപ്രകാരം ദൈവത്തിന് പ്രസാദമുള്ള പൂർണ്ണതയും, അത് അതിനെക്കുറിച്ച് 3 കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കണം.
അപ്പോൾ ഈ മനസ്സ് പുതുക്കിയ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ് ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് കൽപ്പനകൾ ഇവിടെ പറയുകയാണ്. ഒന്ന്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. സ്വയം ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ. നമുക്ക് ആക്റ്റീവ് വോയിസ് ഉണ്ട്, പാസീവ് വോയിസ് ഉണ്ട്. കർമ്മപ്രയോഗം, കർമ്മണി പ്രയോഗം എന്നൊക്കെ മലയാളത്തിൽ പറയാം. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ വേറൊരു പ്രയോഗമുണ്ട്, മിഡിൽ വോയിസ് എന്ന് പറയും. എന്ന് പറയും ഞാൻ എന്നെ തന്നെ കുളിപ്പിച്ചു എന്ന് പറയുന്ന ഒരു രീതി. അതിനാണ് മിഡിൽ വോയിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണത്. അപ്പോൾ അതൊരു ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്നുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്, വ്യക്തിപരമായിട്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നാം പറഞ്ഞു വരുന്നത്, രക്ഷിക്കപ്പെടുക, ആത്മീയ ജീവിതം തുടങ്ങുക, ക്രിസ്തീയ ജീവിതം തുടങ്ങുക. ക്രിസ്തീയ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് അല്പം അവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ വ്യക്തമായ ഒരു പഠിപ്പിക്കൽ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം രക്ഷിക്കപ്പെടാത്ത വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്ന ആ ഒരു കൽപ്പന നാം സ്വയം ഈ ലോകത്തിന് അനുരൂപം ആകരുത് എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വയം ഈ ലോകത്തിന് അനുരൂപം ആകാതെ ചെയ്യരുത്, അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഇനി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ട്, മനസ്സ് രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ട്, അത് കൽപ്പിച്ചതുകൊണ്ട് അത് നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് ഈ രൂപാന്തരം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ രൂപാന്തരത്തെക്കുറിച്ച് നമ്മൾ ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ അത് മറ്റൊന്നിനാൽ നടക്കണമെന്നുള്ളതാണ്. കാരണം ഇതൊരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിലൂടെയാണ്, നമുക്ക് സ്വയമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല ഇത്. ഇതിൽ പര വ്യക്തികൾ, ദൈവവചനം, ദൈവജനം, പരിശുദ്ധാത്മാവ്, സഭാ കൂടിവരവുകൾ, മറ്റു വിശ്വാസികൾ എല്ലാം ഉൾപ്പെട്ട ഒരു ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? രൂപാന്തരപ്പെടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അതിന് ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെയാണ് അത് നടക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് രൂപാന്തരം മറ്റൊന്നിനാൽ നടക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് വഴി, ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് ഇൻഡയറക്റ്റാണ്. വ്യക്തിപരമായി ദൈവവചന പഠനം, സഭയിലെ പഠനം വഴി ഒന്ന് മനസ്സിലാക്കാം. ഈ രൂപാന്തരം എങ്ങനെയാണ്, നമ്മുടെ മനസ്സിൻ്റെ രൂപാന്തരം എങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വവും ആവശ്യവുമുണ്ട്. എന്നാൽ ഇതിൽ ദൈവവും ദൈവവചനവും ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ കൂട്ടമായ ദൈവസഭയും ഒക്കെ ചേർന്നുള്ള പല കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നമ്മുടെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഠന വിഷയം, ഇന്നത്തെ പഠന വിഷയം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് പഠനത്തിലൂടെ ദൈവം തിരിച്ചറിയണം, ദൈവവചനത്തിലൂടെ. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പരമപ്രധാനമായ വിഷയം ദൈവം ആര് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ മനസ്സിലാക്കണം. ആ ഹിതം നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് സുവിശേഷവും പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിനൊക്കെ പ്രവർത്തിച്ച് ഈ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ മനസ്സിലാക്കണം. ആ ഹിതം അത് നന്മയും പ്രസാദവും ഉള്ള പൂർണ്ണതയുമുള്ള ഒന്നാണ്. അപ്പോൾ ഞാനത് ഇംഗ്ലീഷിലെ GAP എന്നാണ് പറയുക, ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ്. GAP, ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ്. അതാണ് ദൈവം. ആ ഹിതം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഇവിടെ മലയാളത്തിൽ പരിഭാഷപ്പെടുന്നത്. എന്നാൽ ആ തിരിച്ചറിഞ്ഞു എന്നുള്ള ആ പരിഭാഷ അത് അത്ര സ്വീകാര്യമായിരിക്കാൻ നമുക്ക് പാടില്ല. കാരണം ഡോക്യുമാറ്റ്സോ എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അതിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കി അതിനെ ടെസ്റ്റ് ചെയ്ത് അത് ഇന്നതാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതാണ് ഈ ഡോക്യുമാറ്റ്സോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവഹിതം, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നമ്മളിലൂടെ അത്
ലോകം കാണണം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ പരിഭാഷയിലൂടെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ തിരിച്ചറിയുക മാത്രമല്ല, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മനസ്സിലെ ആന്തരത്തിലൂടെ നമുക്കത് സ്വാഭാവികമായിട്ടും അത് മാറ്റം വരുത്തണം. ദൈവത്തെയും ദൈവഹിതത്തെയും, ദൈവത്തിന് തീർച്ചയായിട്ടും ഹിതം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. സകല മനുഷ്യനും രക്ഷ പ്രാപിക്കുകയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുകയും ചെയ്യണം ദൈവം ആഗ്രഹിക്കുകയാണ്. അത് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വന്നതിൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ടെസ്റ്റ്, നമ്മൾ രക്ഷിക്കപ്പെടുന്നതോടുകൂടി, വീണ്ടും ജനിക്കുന്നതോടുകൂടി നമ്മൾ ഒരു ടെസ്റ്റ് കേസായിട്ട് മാറുകയാണ്. അതിൽ നാം വിജയിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നന്മ, പ്രസാദം, പൂർണ്ണത, ഇതാണ് ദൈവഹിതത്തിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ അഡ്ജക്റ്റീവ്സാണത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. അത് സംഭവിക്കേണ്ടത് മനസ്സിലാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ദിവസങ്ങളിൽ ഈ നമ്മുടെ ചിന്തകളെക്കുറിച്ച് ഞാൻ അല്പം പഠിക്കുകയുണ്ടായി. വേദപുസ്തകം പറയുന്ന ഏറ്റവും പ്രത്യേകിച്ച് പുതിയ നിയമം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് റിപ്പൻറ്റൻസ്. നമ്മൾ മാനസാന്തരപ്പെടണം, നമ്മുടെ മനസ്സിന് അന്തരം വരണം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അപ്രകാരമാണ്. പാപിയായ മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെ അനുരൂപരായി അങ്ങനെ ചിന്തിച്ച് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ആണ് ദൈവവചനം പറയുന്നത് നമ്മൾ മനസ്സാന്തരപ്പെടണം, മനസ്സിൽ അന്തരം വരണം, പുതിയ ചിന്തകളിലേക്ക് വരണം. പഴയ ചിന്തകളിൽ നമ്മൾ ജീവിച്ചാൽ അത് നമ്മൾക്ക് വളരെ പ്രയാസങ്ങളുണ്ടാക്കും. അതുകൊണ്ട് അതിനൊക്കെ മാറ്റി പുതിയ ചിന്തകളാൽ, ദൈവത്തിൻ്റെ ചിന്തകളാൽ നാം ആയിത്തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ അന്തരം, നമ്മുടെ മനുഷ്യനാകുന്ന നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും നമ്മുടെ സ്പിരിറ്റും ഒക്കെ ചേർന്ന കാണുന്നതും കാണാത്തതുമായ ദൃശ്യം അദൃശ്യമായ ഒരു പ്രത്യേക വ്യക്തിത്വമാണ് ഒരു മനുഷ്യൻ. അവിടെ അവൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച്, ദൈവജനം പ്രവർത്തിച്ച്, ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്ന് ഈ വചനം പറയുകയാണ്. അതുകൊണ്ട് ഈ രൂപാന്തരം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് പുതുക്കണം പഴയ ചിന്തകളിൽ നിന്ന്. അതുകൊണ്ട് ദൈവഭക്തന്മാരായിട്ടുള്ള പലരും പറഞ്ഞ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അവർ പറയുന്നത് തിങ്ക് ഗോഡ്സ് തോട്ട്സ് ആഫ്റ്റർ ഹിം എന്ന് പറയുക. തിങ്ക് ഗോഡ്സ് തോട്ട്സ് ആഫ്റ്റർ ഗോഡ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്ന് ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നമ്മൾ വേറെ ദൈവത്തിൻ്റെ അനുരൂപരായി തീരണം. ആ മനസ്സിൻ്റെ അന്തരമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം. അത് വിശ്വാസത്താലാണ് എന്ന് വേദപുസ്തകം പറയുകയാണ്. സുവിശേഷം കേട്ട് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അപ്പോൾ ഇതിനെ തിരിച്ചറിയുക എന്നുള്ള ആ പദം ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്. തിരിച്ചറിയണം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട്. അപ്പോൾ അത് സംഭവിക്കേണ്ടത് മനസ്സ് പുതുക്കൽ വഴിയാണ്. അതുകൊണ്ട് സാധാരണ മറ്റുള്ള വേദഭാഗങ്ങളെ ചേർത്ത് നമുക്ക് പറയാം, പുതിയ ജനനം, പുതിയ മനസ്സ്, പുതിയ ജീവിതം. ഈ മനസ്സ് പുതുക്കാനുള്ള സാധ്യതയും വളരെ പ്രധാനപ്പെട്ട. എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്, ഇതെന്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നില്ല, എന്നാൽ ചിലർക്ക് മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. എല്ലാവരും ഈ മനസ്സ് പുതുക്കലിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും അത് ചിലരിൽ മാത്രമാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. അത് പ്രായോഗികമായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ മനസ്സ് പുതുക്കാനുള്ള സാധ്യത, അതാണ് നമ്മൾ വീണ്ടും ജന്മം ലഭിക്കുന്നത്. ഒരുവൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ദൈവനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അത് ഗണ്യമാക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ, ഏതായാലും ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇനി സ്വർഗത്തിൽ പോകും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു
തലമുറയുണ്ട്. അവിടെ അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. ഈ മനസ്സ് പുതുക്കാനുള്ള നമുക്ക് തന്നിരിക്കുന്ന ഈ സാധ്യത, പൊട്ടൻഷ്യൽ, അത് നാം ഉപയോഗപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സുവിശേഷം കേട്ട് യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ ദൈവപുത്രൻ നൽകുന്ന ഒന്നാണ് മനസ്സ്, അല്ലെങ്കിൽ വിവേകം എന്നെല്ലാം നമ്മൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ് ഞാൻ ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം അതിപ്രകാരമാണ് വായിക്കുന്നത്. ശക്തമായ ഒരു ഉപദേശങ്ങളടങ്ങിയ ഒരു വാക്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലും, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്കൊരു മനസ്സ് അല്ലെങ്കിൽ വിവേകം എന്നാണ്. ഇവിടെ സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം എന്നാണ്. അതിന് ന്യൂസ് എന്നുള്ള ഗ്രീക്ക് പദം തന്നെയാണ്. അത് മൈൻഡ്, ഹി ഹാസ് ഗിവൺ എസ് എ മൈൻഡ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡിങ് എന്നെല്ലാം അതിന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന, അവനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സാധ്യത, ഒരു പൊട്ടൻഷ്യലാണ്, സാധ്യതയാണ്. നമുക്കത് ഉപയോഗിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഗുഡ്, ആക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് എന്നുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു സാധ്യത നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒന്നും കൂടി വായിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്ന് പറയുന്ന ഈ അസ് എന്നുള്ള ആ പ്രയോഗം, ആ പ്ലൂരൽ, ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ, ഇതാരാണ് ഈ നമ്മൾ എന്നുള്ളത് 1 യോഹന്നാൻ അല്പമായിട്ടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ ആഴമായ ദൈവിക സത്യങ്ങളടങ്ങിയ ഒരു കാര്യമാണ് ഈ നമ്മൾ എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷ ലേഖനത്തിൽ തുടക്കത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട്, ഈ യേശു ക്രിസ്തു വന്ന് ഈ ശിഷ്യന്മാർക്ക്, 12 അപ്പസ്തോലന്മാർക്ക് ഈ മനസ്സ് കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ആ മനസ്സാണ് സുവിശേഷമായിട്ട് നമുക്ക് ലഭിച്ചത്. നാം കേട്ട വചനം അതാണ്. അവർ കണ്ടതും തൊട്ടതും ആയ, കണ്ടതും തൊട്ടതും ആയ, അതുമാത്രമല്ല, കണ്ടതും 3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. 1-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ഈ കാര്യങ്ങൾ ഇവർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്, ഇവർക്കാണ് ആ മനസ്സ് ലഭിച്ചത്. എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഈ അപ്പസ്തോലന്മാർ പറഞ്ഞ ഉപദേശങ്ങളിൽ വിശ്വസിച്ചവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാർ മാത്രമല്ല, ഈ അപ്പസ്തോലിക ഉപദേശങ്ങൾ വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ഈ മനസ്സ്, ഈ വിവേകം, ഈ അണ്ടർസ്റ്റാൻഡിങ്, അത് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ആന്തരികമായിട്ട് ഒരു കഴിവ്, ഒരു സാധ്യത നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പസ്തോലിക ഉപദേശങ്ങളുടെ പാരമ്പര്യം നമ്മൾ പിന്തുടരുന്നത്. വ്യക്തിപരമായ പാരമ്പര്യമല്ല. അപ്പസ്തോലന്മാർ മരിച്ചു എന്നല്ല, അവർ ഉപദേശങ്ങൾ മരിക്കുന്നില്ല, അത് വേദത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പാരമ്പര്യം, അതാണ് നമ്മൾ പിന്തുടരുന്നത്. അത് വിശ്വസിക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ ഈ മനസ്സ് ലഭിക്കും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം, അവനാര്? അവൻ ദൈവപുത്രനാണ്, അവൻ പാപപരിഹാരകനാണ്. അപ്പോൾ അവരെ നടത്തി, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും വലത്തുപോകാതിരിക്കുക. ഒരു ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ജോബ് ഈസ് ഫിനിഷ്ഡ്. ഇന്ന് പിതാവായ ദൈവം എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പിതാവായ ദൈവം തീരുമാനിക്കുന്ന സമയത്ത് അവൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് വീണ്ടും അയക്കും. അവൻ വന്ന് ഈ ലോകത്തിലും ശത്രുക്കളെ അവൻ
കാൽ കീഴാക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മീയ ജീവിതത്തിന് വേണ്ട സാധ്യതകൾ, അതിനുവേണ്ടിയുള്ള യോഗ്യതകൾ, അതിനുവേണ്ടിയുള്ള കഴിവുകൾ നമ്മളെ തരുവാൻ ദൈവം തൻ്റെ പുത്രനിൽ പ്രസാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സ് പുതുക്കാൻ നമുക്ക് സാധ്യത ഉണ്ട്. സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവപുത്രൻ നൽകുന്ന ഒന്നാണ് മനസ്സ്. അതിന് വിവേകം എന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സത്യം അറിയാനുള്ള മനസ്സ് നമുക്ക് നൽകി. സത്യം അറിയുക, സത്യദൈവത്തെ അറിയുക, സത്യം അറിയുക, തിരുവചനത്തെ അറിയുക, തിരുവചനത്തിൽ ദൈവത്തെ അറിയുക. ഇത്രയോ പരമപ്രധാനമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്. അതുകൊണ്ട് നാം ആരാണ് എന്നുള്ളതും പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആരാണ്? ഈ നമ്മൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഞാൻ നീ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഈ മനസ്സ് നമുക്കുണ്ടോ? സത്യദൈവത്തെ അറിയാൻ, സത്യം അറിയുവാൻ, യേശുക്രിസ്തുവിനെ അറിയാൻ, വിശ്വസിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ കാണിച്ച് കൊടുക്കുവാനായി നമുക്ക് ദൈവം കൃപയാൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പുത്രനെ അയച്ച് ഞങ്ങളെ രക്ഷിക്കാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളായിത്തീരുവാൻ തക്കവണ്ണം ഇതിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് സത്യത്തിൽ വിശ്വസിക്കാൻ, സത്യദൈവത്തിൽ വിശ്വസിക്കാൻ, പുത്രനിൽ വിശ്വസിക്കാൻ, കാലവരണത്തിൽ വിശ്വസിക്കാൻ, അങ്ങനെ വീണ്ടും ജനിച്ച് പുതിയ ജനനം പ്രാപിച്ച് പുതിയ മനസ്സുണ്ടായി പുതിയ ജീവിതം ഉണ്ടാകുവാൻ തക്കവണ്ണം അടിയങ്ങളോട് കരുണ കാണിക്കണമേ. ഇപ്പോൾ കർത്താവ് അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, അടുത്ത ആഴ്ച കേൾക്കാം.